ഇപ്പോൾ ഇതിനകത്ത് ഫ്രാൻസിസ് ജോർജ് എം ആണ് ശക്തമായിട്ട് വന്നിരിക്കുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത് കൂടിയാലോചിക്കാതെയാണെന്ന്. എന്ത് കൂടിയാലോചിക്കാനാണെന്നേ? ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാൻ ആളില്ലാത്ത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് കോൺഗ്രസ് പാർട്ടി എന്തിന് ചർച്ച നടത്തണം? അടുത്ത പ്രാവശ്യം ഏതൊക്കെയായാലും കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞ 3 ആളുകൾക്കും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ എന്നേ പറയുന്നുള്ളൂ കേട്ടോ. ഇത് പാലാ നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, കഴിഞ്ഞ 6 മാസമായിട്ട് പല വാർഡുകളിലും കള ചെത്താൻ പോലും ആളുകൾ പോകുന്നില്ല എന്നുള്ള പരാതിയാണ് കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അനാഥമായി കിടക്കുന്ന ഒരു പാലാ നഗരസഭയാണ് നമ്മൾ കാണുന്നത്. നേതാക്കന്മാരുമായിട്ടായിരിക്കും അദ്ദേഹം എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ എഗ്രിമെന്റിന്റെ കോപ്പിയും കൗൺസിലർമാരുടെ കൈവശം ഉണ്ടാവത്തില്ല. പക്ഷെ കൗൺസിലിനകത്ത് വോട്ട് ചെയ്യേണ്ടതാരാണ്? കൗൺസിലർമാരാണല്ലോ. അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാരെയാണ്? ഈ കൗൺസിലർമാരെയാണല്ലോ. അതുകൊണ്ട് ആ ധാർഷ്ട്യമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളത് പാലക്കാരുടെ തീരുമാനമാണത്. പാലയിലുള്ള മുഴുവൻ ആളുകളുടെയും തീരുമാനമാണത്. നമസ്കാരം. കുറച്ച് ദിവസം ഉരുണ്ടുകൂടി കിടന്ന പാലാ നഗരസഭയിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. UDF മുന്നണിക്കുള്ളിൽ അടി, അത് തന്നെയാണ് അവിടുത്തെ വിഷയം. പക്ഷേ ആ വിഷയത്തിൽ തന്നെ UDFനുള്ളിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒന്നാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജ് കോട്ടയം MP അദ്ദേഹം നടത്തിയ ഒരു പരാമർശം. പാലാ പോലുള്ളൊരു മുനിസിപ്പാലിറ്റി കേവലം ഇങ്ങനൊരു വിഷയത്തിൻ്റെ പേരിൽ കൈവിടാൻ പറ്റില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. പക്ഷേ അപ്പോൾ അതായത് ഇത്തരം വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ടാണ് UDF ഒരു തീരുമാനത്തിൽ കൗൺസിലർമാർ എത്തേണ്ടത്. ഇപ്പോൾ ചെയ്തത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ആ എതിരായിട്ട് പറഞ്ഞ കൗൺസിലർമാർക്ക് അവരുടേതായൊരു നിലപാടുണ്ട്. നമ്മളിത് രണ്ടും മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ആർക്കൊപ്പമാണ് ന്യായം? ന്യായം എന്ന് പറയുന്നത് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് മുന്നണി ബന്ധത്തെക്കാളൊക്കെ വലുതാണ്. അവിടെയുള്ള 6 കൗൺസിലർമാരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കിടന്നപ്പോൾ കൗൺസിലർമാരായിട്ട് വന്ന ആളുകളല്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ കൊടി പിടിച്ച് കോൺഗ്രസ് പ്രവർത്തകരും നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ 6 കൗൺസിലർമാർ. 6 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. അതുകൂടാണ്ട് കോൺഗ്രസിൻ്റെ വിമതയായിട്ടുള്ള മായ രാഹുൽ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ ഈ 7 പേര് ഒരു പക്ഷത്തും, അതുകൂടാതെ നമ്മളുടെ ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 പേർ, അതായത് സഹോദരങ്ങളും പിന്നെ മകളും അടങ്ങുന്ന 3 പേരുടെ ഒരു കൂട്ടായ്മ. ഇതുകൂടാതെ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് മാത്രം വിജയിച്ച, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം വിജയിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 അംഗങ്ങളും പിന്നെ നിലവിലത്തെ പാലാ MLA മാണി സി കാപ്പൻ്റെ പാർട്ടിയായിട്ടുള്ള KDPയുടെ ഒരംഗവും. ഇങ്ങനെ ഈ 14 പേർ ചേർന്നാണ് പാലാ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തുടർച്ചയായിട്ട് സ്വതന്ത്ര കൂട്ടായ്മ ഒരുമാതിരി അടിയാന്മാരോട് പെരുമാറുന്ന രീതിയിൽ, അടിയാൻ കുടിയാൻ ബന്ധം എന്നൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ മാതിരി ഇവരെന്തോ ജന്മിമാരാണ്, ഈ കോൺഗ്രസ്സുകാരെ ഏണ്ട വെറും 4-ാം കൂലികളാണ് അല്ലെങ്കിൽ ഒരു 7-ാം കൂലികളാണ് എന്നുള്ള രീതിയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലയിൽ കോൺഗ്രസ്സുകാർ അതിശക്തമായിട്ട് ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ വാർഡുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയർപേഴ്സണെ സമീപിക്കുന്ന സമയത്ത് ചെയർപേഴ്സൺ പറയുന്നത് വെച്ചാൽ അപ്പയോട് ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അവർ ചെല്ലുന്നത്. അവർ ചെല്ലുന്നത് ആ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് പറയുന്നതാണ് ഞാൻ അപ്പയോടൊന്ന് ആലോചിക്കട്ടെ. ആ സമയത്താണ് കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ ഈ ധാർഷ്ട്യത്തിന് മുമ്പിൽ ഇനി കീഴടങ്ങി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഭരണമില്ല എങ്കിൽ ഭരണമില്ല എന്നേ ഉള്ളൂ. കാരണം ഇപ്രാവശ്യം 102 സീറ്റ് നേടി കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന UDF സർക്കാരിന് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വെപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇപ്രാവശ്യം കോൺഗ്രസിൻ്റെ 6 കൗൺസിലർമാരും പ്ലസ് ഈ പറഞ്ഞ കോൺഗ്രസ് വിമതയായിട്ടുള്ള മായ രാഹുലിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ഈ അവിശ്വാസം ഒരുപക്ഷെ അവർ വിട്ടുനിൽക്കും. ഇന്നിപ്പോൾ അവിശ്വാസത്തിന് ഇടതുപക്ഷം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ കേരള കോൺഗ്രസ് എമ്മിനാണ് 10 സീറ്റുകളുള്ളത്. ഏറ്റവും വലിയ കക്ഷിയാണ് പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മ ഇവരുടെ പുറകെ ചെല്ലുമായിരുന്നു. ആരുടെ? ഈ ഇടതുമുന്നണിയുടെ പുറകെ ചെല്ലുമായിരുന്നു. ഇടതുമുന്നണിയിലെ CPM-ഉമായിട്ട് ഒരു അന്തർധാര ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ് കഴിഞ്ഞാൽ അവരുമായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മുനിസിപ്പൽ ഭരണം ഉണ്ടാക്കാമെന്നായിരുന്നു സ്വതന്ത്ര കൂട്ടായ്മ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോസ് കെ മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരണത്തിൻ്റെ പങ്ക് പറ്റുക എന്നുള്ളതല്ല, ആത്മാഭിമാനത്തോടുകൂടി തൻ്റെ പാർട്ടിക്ക് നെഞ്ചുവിരിച്ച് നിൽക്കണം. അതിന് സ്വതന്ത്ര കൂട്ടായ്മ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പൊളിറ്റിക്കൽ എനിമിയാണ്, രാഷ്ട്രീയ ശത്രുവാണ്. ആ രാഷ്ട്രീയ ശത്രുവിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിലപാടുകളില്ലാത്ത ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ കൈ പിടിച്ച് ഒരു ഭരണം വേണ്ട എന്നുള്ള തീരുമാനമാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസം പാസ്സാകുമെന്ന കാര്യത്തിലൊന്നും സംശയം വേണ്ട. അവിശ്വാസം പാസ്സാകാതിരിക്കണമെങ്കിൽ ഇനി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമൊക്കെ ഈ 6 കൗൺസിലർമാരുടെയും പാലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് എതിരായിട്ടൊക്കെയുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മണ്ഡലം കമ്മിറ്റി പാസ്സാക്കിയ, അതും ഐക്യകണ്ഠേന പാസ്സാക്കിയ, അവരുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ചിട്ടാണ് ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുള്ളത്. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ജോസഫ് ഗ്രൂപ്പിന് എന്ത് റൈറ്റാണ് ഉള്ളത്? ഇപ്പോൾ ഇതിനകത്ത് ഫ്രാൻസിസ് ജോർജ് എം പിയാണ് ശക്തമായിട്ട് വന്നിരിക്കുന്നത്, സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത് കൂടിയാലോചിക്കാതെയാണെന്ന്. എന്ത് കൂടിയാലോചിക്കാനാണെന്നേ? ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാൻ ആളില്ലാത്ത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് കോൺഗ്രസ് പാർട്ടി എന്തിന് ചർച്ച നടത്തണം? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാൻ ആളുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ്. ഈ പറയുന്ന തൊടുപുഴയിലും കടുത്തുരുത്തിയിലും മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയോട് ഈ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാലോചിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തർത്ഥമുള്ളത്? ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ള ഈ സ്വതന്ത്ര കൂട്ടായ്മ, BJPയുമായിട്ട് അന്തർധാരയുള്ള ഈ സ്വതന്ത്ര കൂട്ടായ്മ, ആ സ്വതന്ത്ര കൂട്ടായ്മയുടെ വീട്ടിലെ സ്ഥിരം വിരുന്നുകാരാണ് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഈ 3 ആളുകൾ. ഈ 3 ആളുകൾ ഇപ്പോഴും സ്വതന്ത്ര കൂട്ടായ്മയ്ക്കാണ് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ പിന്തുണ നൽകിക്കൊണ്ടിരിക്കട്ടെ. അടുത്ത പ്രാവശ്യം ഏതൊക്കെയായാലും കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞ 3 ആളുകൾക്കും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അതല്ല മറിച്ച് അന്ധമായിട്ടുള്ള ഒരു ജോസ് കെ മാണി വിരോധമൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളാണെങ്കിൽ അവരുടെ കാര്യം നമുക്ക് പറയാനൊന്നുമില്ല. ഇവിടെ കൃത്യമായൊരു നിലപാട് കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്നുകൊണ്ടുള്ള ഒന്നിനും അവർ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മായാ രാഹുലിന് വേണമെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എം വിട്ടു നിന്നാലും UDF തീരുമാനം അനുസരിച്ചിട്ട് 8 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാളാണല്ലോ ചെയർപേഴ്സൺ ആവുന്നത്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് ആകാമല്ലോ ചെയർമാൻ. ഭരണം മുമ്പോട്ട് പോകട്ടെ. ഒരു ഭരണം കൃത്യമായിട്ട് മുമ്പോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്. ഇത് പാലാ നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, കഴിഞ്ഞ 6 മാസമായിട്ട് പല വാർഡുകളിലും കള ചെത്താൻ പോലും ആളുകൾ പോകുന്നില്ല എന്നുള്ള പരാതിയാണ് കൗൺസിലർമാരുടെ ഭാഗത്ത് വരുന്നത്. അനാഥമായി കിടക്കുന്ന ഒരു പാലാ നഗരസഭയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണാണ് പാലയിലുള്ളത്. ഒരുപാട് നമ്മളൊക്കെ കരുതിയത് എന്താണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ പാലായ്ക്ക് വേണ്ടി ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത്, ഈ ധാർഷ്ട്യം ആരെയും ഒരിടത്തും എത്തിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരെയും കയറി വെല്ലുവിളിക്കുക. കാരണം കോൺഗ്രസിൻ്റെ വലിയ സംസ്ഥാന നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്കിടയിലെ പ്രവർത്തകരെ കൊഞ്ഞനം കുത്താൻ വേണ്ടി വന്നെങ്കിൽ അവർ സമ്മതിച്ചു കൊടുക്കുമോ? അവരുടെ വ്യക്തിത്വം അവർ അടിയറ വയ്ക്കുമോ? ഒരു തരത്തിലുമില്ലല്ലോ. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് MP പോലെയുള്ള മാന്യന്മാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ തുള്ളാൻ വേണ്ടി നിൽക്കരുത്. അടുത്ത പ്രാവശ്യം കോട്ടയത്ത് നിന്ന് നിങ്ങൾക്ക് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ശത്രുത വലിച്ചു വയ്ക്കരുത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ശത്രുത നിങ്ങൾ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാടുകളെയാണ്. രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടവരെ രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് എതിർക്കേണ്ടത്. മറിച്ച് അവിടെ പോയിട്ട് എന്തിനാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ 3 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് മാത്രമേ പാലാ നഗരസഭാ ഭരണം UDFന് കിട്ടുകയുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇത് പ്രാദേശികമായിട്ടുള്ളൊരു വിഷയമാണ്. പ്രാദേശിക വിഷയത്തിൽ സംസ്ഥാന നേതാക്കന്മാരൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരെയൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരിനി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പാലയിലേക്കില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ UDFന്റെ പാനലിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മ വിജയിച്ചു കയറിയത്. ഇവർ ഈ മാധ്യമങ്ങളിലൊക്കെ ഇവരെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ വന്നപ്പോഴത്തേക്ക് ഇവരെന്തോ സംസ്ഥാന തലത്തിലുള്ള വലിയ നേതാക്കന്മാരായി മാറിയെന്നൊരു തോന്നൽ ഇവർക്കുണ്ടായി. അതുകൂടാണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പാലയിൽ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ ചെയർപേഴ്സണെയൊക്കെ വണ്ടിയിൽ കയറ്റിയായിരുന്നു.
അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷമോ കോൺഗ്രസ്സുകാരോ ഒന്നും ഒരു കാരണവശാലും ഈ ദിയാപുളിക്കണ്ടതിനെതിരെ യാതൊരു സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ടായിരുന്നില്ല. സ്വയം സൈബർ അറ്റാക്ക് നടത്തുന്നു എന്ന രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വി ഡി സതീശനെ കൊണ്ട് പറയിപ്പിച്ചൊരു പ്രസ്താവനയുണ്ട്. ഇപ്പം ഈ പ്രായം കുറഞ്ഞ ചെയർപേഴ്സണെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. ഇവർ സ്വയം നിർമ്മിച്ച സോഷ്യൽ മീഡിയ അറ്റാക്കായിരുന്നു അത്. അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഒന്നും ചെയ്ത കാര്യമല്ലത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മര്യാദ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാട് ഉണ്ടാവാനാണ് സാധ്യത. അതുകൂടാതെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ചീഫ് വിപ്പ് എന്ന് പറയുന്നത് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറാണ്. ആ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത് ടോണി തൈപ്പറമ്പിലാണ്. അപ്പോൾ ടോണി തൈപ്പറമ്പിലാണ് ഈ പറഞ്ഞ ബാക്കി 6 പേർക്കും വിപ്പ് കൊടുക്കേണ്ടത്. മായ രാഹുൽ എന്ന് പറയുന്നത് സ്വതന്ത്രയാണ്. അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അവർക്ക് വിപ്പൊന്നും ബാധകമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകും എന്ന കാര്യത്തിലൊന്നും സംശയം വേണ്ട. തുടർന്ന് നല്ല രീതിയിലൊരു ഭരണം പാലാ നഗരസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ ഇനിയുള്ള ഭാവി എന്തായിരിക്കും? സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ഇനിയുള്ള കാലം ഈ 6 മാസം ചെയർപേഴ്സണായിട്ടിരുന്ന് അനുഭവിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ സൗഭാഗ്യങ്ങളുണ്ട്. അതൊക്കെ അയവിറക്കി ഇനി വീമ്പ് പറഞ്ഞിങ്ങനെ ഇരിക്കാം. അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടല്ല BJPയുടെ ഭാഗമായിട്ട്. ഇവർക്ക് നേരത്തെയുള്ള ബന്ധവും BJP ആയിട്ടുള്ള ബന്ധമാണ്. ഇപ്പോഴും BJP ആയിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ സ്വതന്ത്ര കൂട്ടായ്മയിലെ 2 പേര്. പെൺകുട്ടിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അവർ ചെയർപേഴ്സൺ കൂടെ വിടുക, അവരെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയട്ടെ, ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൗൺസിലർമാർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാലും പോലെ മനസാക്ഷി വോട്ട് ചെയ്തോളൂ. പ്രാദേശികമായിട്ടൊരു പാർട്ടി എടുക്കുന്ന നിലപാടിന് പിന്നെ സംസ്ഥാന തലത്തിലെ നിലപാടായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഏതൊക്കെയായാലും കാര്യങ്ങൾ പാലായിൽ കലങ്ങിത്തെളിയുകയാണ്. ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ ധാർഷ്ട്യത്തെ വകവയ്ക്കാതെ കോൺഗ്രസ് അതിശക്തമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഒരു കാര്യം നേതൃത്വം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളെയാണ് സ്വതന്ത്ര കൂട്ടായ്മ അപമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്ന ആൾ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമല്ലല്ലോ, കൗൺസിലർമാരല്ലല്ലോ പിന്തുണ പിൻവലിക്കേണ്ടത്, നേതാക്കന്മാരുമായിട്ടാണ് താങ്കൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേതാക്കന്മാരുമായിട്ടായിരിക്കും അദ്ദേഹം എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയും കൗൺസിലർമാരുടെ കൈവശം ഉണ്ടാവത്തില്ല. പക്ഷേ കൗൺസിലിനകത്ത് വോട്ട് ചെയ്യേണ്ടതാരാണ്? കൗൺസിലർമാരാണല്ലോ. അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാരെയാണ്? ഈ കൗൺസിലർമാരെയാണല്ലോ. അതുകൊണ്ട് ആ ധാർഷ്ട്യമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളത് പാലാക്കാരുടെ തീരുമാനമാണത്. പാലയിലുള്ള മുഴുവൻ ആളുകളുടെയും തീരുമാനമാണത്. കാരണം ഇതൊന്നും ആലോചിച്ച് നോക്കൂ. പാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ആളുകൾ താമസിക്കുന്നു. അവിടങ്ങളിലൊക്കെ അവർക്ക് എത്രയോ മഹാരഥന്മാർ ഈ പാലായിൽ നിന്നുണ്ടായിട്ടുണ്ട്. KR നാരായണൻ, KM ചാണ്ടി സാറ്, KM മാണി സാറ്, അതോടൊപ്പം തന്നെ ചെറിയാൻ സി കാപ്പൻ, RLV എന്ന് പറയുന്ന അദ്ദേഹം, ഇങ്ങനെ എത്രയോ ആളുകൾ, ജിമ്മി ജോർജിനെ പോലുള്ള സ്പോർട്സ് പേഴ്സൺ, ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള മാണി സി കാപ്പൻ, ജോസ് കെ മാണി, എത്രയോ പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് പാല എന്ന് പറയുന്നത്. ആ പാലയാണ് ഇതേ രീതിയിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരുമാതിരി ഒരു വ്യക്തിത്വമില്ലാത്ത, നിലപാടില്ലാത്ത ഒരു ഭരണസമിതി ഉള്ളംകൈയിലിട്ട് എന്താ പറയുക, പന്ത് തട്ടിയതെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. ഏതൊക്കെയാലും ഫ്രാൻസിസ് ജോർജിനോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിൻ്റെ വോട്ടാണ് താങ്കളെ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിലേക്ക് അയച്ചത്. ആ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ താങ്കൾക്കൊരു 10,000 വോട്ട് പോലും പിടിക്കാനുള്ള ഒരു ശേഷി കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ താങ്കൾക്കില്ല എന്ന കാര്യം താങ്കൾ ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. അത് അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തരുന്ന ഒരു ഉപദേശം മാത്രമാണ്.